നമസ്കാരം. ഒരു 6-7 മാസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പേരാണ് കിയയുടെ സൈറോസ് എന്ന് പറയുന്ന വാഹനം. ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് പതിപ്പാണ് ആദ്യം വരിക എന്നുള്ള രീതിക്കാണ് അന്ന് വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേർഷനായിരിക്കും ആദ്യം വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചർ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് തന്നെയാണ്. അതായത് ഈ ഒരു വാഹനം വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് 4 മീറ്ററിന് താഴത്തേക്കുള്ള കോമ്പാക്റ്റ് SUV കാറ്റഗറിയിലാണ് ഈ ഒരു വാഹനം പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതായത് കിയയുടെ സോണറ്റിന് മുകളിലും സെൽട്ടോസിന് താഴെയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഓൾറെഡി സെൽട്ടോസിന് താഴെ സോണറ്റ് എന്ന് പറയുന്ന ഒരു സബ് 4 മീറ്റർ കാറ്റഗറിയിലുള്ള ഒരു SUV അവർക്ക് ഉണ്ട്. പക്ഷേ അവിടെ തന്നെ മറ്റൊരു വാഹനത്തിനെ എന്തിനാണ് പ്ലേസ് ചെയ്യുന്നത്? ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ കിയ സൈറോസ്. എല്ലാവർക്കും എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഫീച്ചറുകൾ നൽകുക എന്നുള്ളതാണ്. അതായത് നിലവിൽ കിയയുടെ സോണറ്റിനുള്ളതിനേക്കാൾ കൂടുതൽ ഫീച്ചറുകൾ ഈ ഒരു വാഹനത്തിലേക്ക് ആഡ് ചെയ്യുക. അതുമാത്രമല്ല പവർ ട്രെയിൻ, അതായത് പെട്രോളിലും ഡീസലിലും ടർബോ പെട്രോളിനുമൊക്കെ ഈ ഒരു വാഹനത്തെ അവൈലബിൾ ആക്കുക. അതുമാത്രമല്ല ഹൈബ്രിഡ് എന്ന് പറയുന്ന വളരെ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ഒരു എൻജിൻ ഓപ്ഷനും കൂടെ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരിക. അൾട്ടിമേറ്റ്ലി ഈ ഒരു വാഹനത്തെ അവസാനം ഇലക്ട്രിക് വാഹനമായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നല്ല വിലയുള്ള ഒരു വാഹനമായിരിക്കും കിയയുടെ സൈറോസ് എന്ന് പറയുന്ന വാഹനം. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ നെയിമിംഗ് എന്ന് പറയുന്നത് സിറോസ് എന്നാണ് കമ്പനി ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സൈറോസ് എന്ന് പറയുന്ന രീതിക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേര് ആദ്യം മുതലേ കേട്ട് തുടങ്ങിയിട്ടുള്ളത്. 4 മീറ്ററിന് താഴത്തേക്ക് ഒരു വാഹനത്തെ കൊണ്ടുവരുമ്പോഴത്തേക്കും ബൂട്ട് സ്പേസ് ഒരുപാട് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ബൂട്ട് സ്പേസ് പോകാതെ തന്നെ എന്നാൽ റിയർ സീറ്റിൽ ലെഗ് റൂമും പോകാതെ ആ ഒരു രീതിക്കുള്ള ഡിസൈനുകളാണ് ഇപ്പോൾ കൂടുതലും ഇത്തരത്തിലുള്ള 4 മീറ്ററിന് താഴത്തേക്കുള്ള കോമ്പാക്റ്റ് SUVകളിൽ നമ്മൾ കാണാറുള്ളത്. അതിൽ XUV 300 എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് വേർഷനായിട്ടുള്ള 3XO എന്ന് പറയുന്ന വാഹനത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് മാക്സിമം ബൂട്ട് സ്പേസ് കുറഞ്ഞു എന്നുള്ള രീതിക്കാണ്. പക്ഷേ ഇവിടെ ബൂട്ട് സ്പേസിന് യാതൊരുവിധ കുറവും വരുത്താതെ തന്നെ ബാക്ക് സീറ്റ് കംഫർട്ടിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിക്ലൈനിങ് റിയർ സീറ്റ്സ് ഈ ഒരു വാഹനത്തിൽ വരാൻ പോവുകയാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള റിയർ സീറ്റിലെ ഇൻവെൻഷൻസ് കൂടുതൽ ആപ്ലിക്കബിൾ ആക്കി കൊണ്ടുവന്നത് സിട്രോയിൻ്റെ ബസാൾട്ട് എന്ന് പറയുന്ന വാഹനമാണ്. അതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തൈ സപ്പോർട്ടൊക്കെ കുറച്ച് മുകളിലേക്കും താഴത്തേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ്. പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് വിൻസർ EV എന്ന് പറയുന്ന വാഹനത്തിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് സബ്ജക്റ്റീവാണ്. പലർക്കും ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. എന്നാൽ പോലും സ്കോഡയുടെ യതിയോടും അത് മാത്രമല്ല ടാറ്റ മോട്ടോഴ്സിൻ്റെ വരാൻ പോകുന്ന സിയറ എന്ന് പറയുന്ന അത്യുഗ്രൻ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ ലാംഗ്വേജിനുമായിട്ടൊക്കെ കുറച്ച് സാദൃശ്യങ്ങൾ നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ പോലും ആകമൊത്തം ഈ ഒരു വാഹനത്തെ നോക്കി കാണുമ്പോഴത്തേക്കും കിയയുടെ തന്നെ EV9 ഒരുപാട് സാദൃശ്യമുണ്ട്. അപ്പോൾ ഡിസൈൻ സബ്ജക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഒരു ബോക്സി ടൈപ്പ് ഡിസൈനാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഡിസംബർ 19 ഈ ഒരു വാഹനം ഗ്ലോബലി അൺവീൽ ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു വാഹനം എന്തായാലും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായുടെ വെനിയും അതുമാത്രമല്ല കിയയുടെ തന്നെ സോണറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. കാരണം സോണറ്റിന് മുകളിൽ പ്ലേസ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. സ്കോഡയുടെ കൈലാക്ക് എന്ന് പറയുന്നൊരു വാഹനമുണ്ട്, മഹീന്ദ്രയുടെ XUV 3XO എന്ന് പറയുന്നൊരു വാഹനമുണ്ട്, ടാറ്റ മോട്ടോഴ്സിൻ്റെ നെക്സോൺ എന്ന് പറയുന്ന വാഹനം. അത് മാത്രമല്ല ഇനി ഒരു 3 സിലിണ്ടർ ടർബോ പെട്രോളുമായിട്ട് വരാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ ബ്രസ എന്ന് പറയുന്ന വാഹനത്തോടൊക്കെ ആയിരിക്കും ഇത് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പവർ ട്രെയിനാണ്. പവർ ട്രെയിൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിന് ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് മാത്രമല്ല 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും. അത് മാത്രമല്ല എൻട്രി ലെവലിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും പ്രൊവൈഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ADAS, 360 ഡിഗ്രി ക്യാമറ, വയർലെസ് ചാർജർ, അതുപോലെ തന്നെ 6 എയർ ബാഗ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാ മാനുഫാക്ചേഴ്സും സേഫ്റ്റിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തെ ആദ്യമായിട്ട് പ്രദർശിപ്പിക്കാൻ പോകുന്നത് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിലാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം.
പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈബ്രിഡ് വേർഷൻ തീർച്ചയായിട്ടും വരാൻ പോകുന്നുണ്ട്. ഹൈബ്രിഡിന് എത്രത്തോളം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ കണ്ടറിയേണ്ട കാര്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ടാക്സ് ആണ്. ഹൈബ്രിഡിന് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ടോ സബ്സിഡിയോ കൊടുത്താൽ മാത്രമാണ് ഇന്ത്യയിൽ ഹൈബ്രിഡ് സർവൈവ് ചെയ്യാൻ പോവുക. അതിനുശേഷം ഇലക്ട്രിക് അവതാരത്തിൽ ഈ ഒരു വാഹനം വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇപ്പം ഈ പറയുന്ന കിയയുടെ സിറോസ് എന്ന് പറയുന്ന വാഹനം നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഈ വാങ്ങാൻ പോകുന്ന പെട്രോൾ അല്ലെങ്കിൽ 1.5 ഡീസൽ വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഒരു 1.5-2 വർഷത്തിനുള്ളിൽ എന്തായാലും ഇറങ്ങും. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ഇലക്ട്രിക് കാറിലേക്ക് ആളുകൾ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 2 വർഷം മുമ്പ് ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു കാറ് വാങ്ങുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജുഡീഷ്യസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക. കാരണം ഇത്തരം കാറുകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ഉണ്ടായിരിക്കാം, 1 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ടായിരിക്കാം, 1.5 ഡീസൽ എഞ്ചിൻ ഉണ്ടായിരിക്കാം. ആത്യന്തികമായിട്ട് അതിൽ നിന്ന് നമുക്കൊരു ഒരു ഹൈബ്രിഡ് വേർഷനും കൂടെ വരുന്നുണ്ടായിരിക്കും. പക്ഷേ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവസാനം ചെന്ന് നിൽക്കുന്നത് ഇലക്ട്രിക്കലാണ്. തീർച്ചയായിട്ടും ഒരുപാട് പവർ ട്രെയിനും ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സുമായിട്ടും ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. എന്തായാലും ഡിസംബർ 19 വരെ നമുക്ക് കാത്തിരിക്കാം. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.